തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർന്ന ആരോപണവുമായി ബി.ജെ.പി. കുട്ടനെല്ലൂർ 17ാം ഡിവിഷനിലെ വോട്ടർ പട്ടികയിൽ 400-ലധികം കള്ളവോട്ടുകൾ ചേർത്താണ് ആരോപണം. ക്രമക്കേടിൽ ബി.ജെ.പി. ഇന്ന് കളക്ടർക്ക് പരാതി നൽകും. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, അതും രാഹുൽ ഗാന്ധി വോട്ട് ചോരി ഇമ്പാക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അഷ്മി, LDF-ഉം UDF-ഉം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് തൃശൂർ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപക കള്ളവോട്ട് ചേർക്കൽ നടന്നുവെന്ന ആരോപണവുമായി ഇപ്പോൾ ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഈ കള്ളവോട്ട് ചേർത്തു എന്നുള്ളതാണ് ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. 400-ലധികം വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തുവെന്ന് ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ ചില വീട്ടു നമ്പറുകൾ, അത് കുറേ വോട്ടർമാർക്ക് ഒന്നിച്ച് ഒരേ വീട്ടു നമ്പർ വരുന്നതാണ് ഇവർ ഇതിൽ കള്ളവോട്ട് ചേർത്തുവെന്ന് ആരോപിക്കാൻ ഇടയാക്കുന്നത്. അതായത് ഒരു വീട്ടു നമ്പറിൽ മാത്രം 108 പേരുടെ വോട്ടുകൾ വരെ ചേർത്തിട്ടുണ്ട്. 27/1165 എന്ന വീട്ടു നമ്പറിൽ 39 വോട്ടർമാരെയാണ് ചേർത്തിരിക്കുന്നത്. ഈ കുട്ടനെല്ലൂർ ഡിവിഷനിൽ 27/880 വന്നാൽ 108, 1013 എന്ന വീട്ടു നമ്പറിൽ വന്നാൽ 36 വോട്ടുകൾ, 27/1021 വന്നു കഴിഞ്ഞാൽ 30 വോട്ടുകൾ, അങ്ങനെ തുടങ്ങി 400-ൽ അധികം കള്ളവോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തു എന്നുള്ളതാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 27ാം ഡിവിഷനിലും അതോടൊപ്പം തന്നെ 27ാം ഡിവിഷനിലെ കൗൺസിലറായിട്ടുള്ള CPM-ന്റെ കൗൺസിലറായിട്ടുള്ള ശ്യാമള വേണുഗോപാലിന്റെ പേരിൽ ഇരട്ട വോട്ടുണ്ട് എന്നുകൂടി ആരോപിക്കുന്നു. അതായത് 2 ഇടങ്ങളിൽ ഇവർക്ക് വോട്ട് ലിസ്റ്റിൽ കാണാൻ കഴിയും. നമുക്ക് 27ാം ഡിവിഷനിലും അതോടൊപ്പം തന്നെ 17ാം ഡിവിഷനിലും ഇവർക്ക് വോട്ടുണ്ട്. അതാണ് ഇരട്ട വോട്ട് ആരോപിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ബി.ജെ.പി. ഉള്ളത്. ഹാഷ്മി. ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.